ഈ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന അതിൻ്റെ രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചാനലുകളിൽ കൊടുത്തിരുന്നു. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിയലിസവും അല്ലെങ്കിൽ ഫിക്ഷനും എല്ലാം ഇടകലർത്തിയായിരിക്കും നമ്മൾ സിനിമ ചെയ്യുക. ചിലപ്പോൾ ആ സിനിമയുടെ ഇതുപോലെ കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പോൾ തമാശകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഗ്രേ ഷെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അതിനെ ജനറലൈസ് ചെയ്യേണ്ട ഒരുപാട് നല്ല പ്രൊഫഷണൽ സ്പാകളുണ്ട് അവിടെ. അത് സ്പാകൾ നടത്തുന്ന ആളുകളുണ്ട്, അവിടെ തെറാപ്പിസ്റ്റുകളുണ്ട്, അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ സിനിമ കുറച്ച് ഗ്രേ ഷെയ്ഡും തമാശകളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. അത് വേറെ തരം, അത് ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന തമാശ രംഗങ്ങളുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ തമാശകൾ, ഒരു പക്ഷേ കുറച്ചൊരു അഡൾട്ട് തമാശകളൊക്കെ ഉള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ആ സിനിമ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു തമാശ സിനിമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ സൈഡിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനിൽ ഉള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ 2 വേർഷൻസും രണ്ട് ലെയറുകളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സിനിമയെക്കുറിച്ചാണ്. സിനിമയിൽ ഉള്ള ആക്ടേഴ്സാണ്, എല്ലാ ആക്ടേഴ്സിനും അറിയാവുന്നതാണ്. ഇത്രയും സീനിയറുള്ള വിജയമേനോൻ സാർ, രവി സാർ, ശ്രീകാന്ത്, ജോജി, ശ്രുതി, പൂജിത, രാധിക, മേഘ, അങ്ങനെയുള്ള ശ്രീലക്ഷ്മിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു പുതുമുഖമുണ്ട്, ശ്രീലക്ഷ്മി, ശ്രീജ, അങ്ങനെയുള്ള ആളുകളുണ്ട്, ആക്ടേഴ്സുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഇവർ സിനിമയിലെ ആക്ടേഴ്സാണ്. സിനിമയിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചോദിക്കാം. ഇനി സിനിമയ്ക്കപ്പുറം ഇതിങ്ങനൊരു കണ്ടംപററി ആയിട്ട് ഇങ്ങനൊരു പല കാലങ്ങളിൽ വിവാദമായിട്ടുള്ള ഒന്നാണ് സ്പാ സെൻറ്റേഴ്സും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, സ്പായിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒറിജിനൽ സ്പാകളിലെ കുറേ ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാകുമായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ അവരെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടില്ല മാധ്യമങ്ങളിൽ. അപ്പോൾ ഒരു സ്പാ നടത്തുന്ന ഒരു ഉടമയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കും പറയാനുണ്ടാവുക. സുകേഷ് അതുപോലെ ഒരു 5 or 6 എത്ര സ്പാ ഉണ്ട്, 4 സ്പായുടെ ഉടമസ്ഥരുണ്ട്. ചിലപ്പോൾ സ്പായെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വേർഷൻ കേൾക്കാം. സ്പാ തെറാപ്പിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോൺട്രവേഴ്സി, അതുപോലത്തെ വിവാദങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ അതും ഒരു പ്രൊഫഷനാണ് എന്ന് വിശ്വസിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. അതിൻ്റെ പ്രതിനിധിയാണ് സോജി നാഗാലാൻഡിൽ നിന്നാണ് നമ്മുടെ കൂടെ. ഈ ഷൂട്ടിന് ഇത്തരത്തിലുള്ള തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞത് ഡോക്ടർ അലൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ആയുർവേദ സ്പായും ആയുർവേദ മസാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതും ഇതുമായിട്ട് കണക്റ്റഡാണ്. ഡോക്ടർ ശ്രുതി ഒരു ആയുർവേദ ഡോക്ടറാണ്. ഈ മസാജും തെറാപ്പിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രുതിയോടും സംസാരിക്കാം. അവിടുന്ന് ഡോക്ടർ അലോപ്പതി ഡോക്ടറാണ്. ഗീതു ടെല്ലസ്, ആക്ടർ കിച്ചു ടെല്ലസിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിൻ്റെ സ്പായുടെ ഷൂട്ടിങ്ങിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപക്ഷെ എനിക്ക് ഉത്തരം തരാൻ പറ്റും. പക്ഷേ പ്രസ് മീഡിയയിൽ സിനിമയ്ക്കപ്പുറം സ്പാ സെൻറ്ററുകളെ കുറിച്ച് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുവന്നത്. സോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. താങ്ക് യു. ഗുഡ് ഈവനിങ് എവറിബഡി. സ്പാനെ കുറിച്ച് ഞാൻ എന്താ പറയുക, സാർ എല്ലാം പറഞ്ഞു. ഞാനും ഇതുവരെയായിട്ടും കംപ്ലീറ്റ്ലി പടം കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുന്ന പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. ഹൗ ഇസ് ദ ഫിലിം ലുക്കിംഗ്? ബട്ട് വൺ തിങ് ഐ ക്യാൻ അഷ്യൂർ യു, ഇറ്റ്സ് എൻ എബ്രിഡ് ഷൈൻ മാജിക് ദാറ്റ് ഹാസ് കം ഓൺ സ്ക്രീൻ.
ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസാണ് ഇവിടെ ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവിടെ മേജർ രവീരുണ്ട്, ആൻഡ് ദെൻ വി ഹാവ് എ റൈറ്റർ, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ആൻഡ് ദെൻ വി ഹാവ് ആങ്കർ, ആൻഡ് വി ഹാവ് സിംഗേഴ്സ്. എല്ലാവരും പല ഒരു പ്രൊഫഷൻസ് നിന്ന് വന്നിട്ട് ആക്ടേഴ്സായ ആക്ടേഴ്സും ഉണ്ട്. സോ ഓവറോൾ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഫിലിം. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ശ്രുതി. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറച്ച് വർഷത്തിന് ശേഷമാണ് ഷൈൻ സാറിൻ്റെ സ്പാ എന്ന് പറഞ്ഞ മൂവിയിൽ ഞാൻ ആക്ട് ചെയ്യണത്. ഈ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് എ ഹാർട്ട് ഫെൽറ്റ്, നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നൊരു ആംബിയൻസിൽ അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്തു അത്ര തന്നെ നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആൻഡ് പ്രതീക്ഷ. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ സിനിമ തിയേറ്റേഴ്സിൽ വരും. ഇതിൽ കുറേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ അഡൽട്ട് ജോക്സ് ഉണ്ട്. ഐ എം ഷുവർ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹ്യൂമർ ആയിരിക്കും. ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ എൻജോയ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നമ്മളോട് എല്ലാവരും ഓണസ്റ്റ് ഒപ്പീനിയനും ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരോടും കൂട്ടിയിട്ട് പോവാം. താങ്ക് യു. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഷൈൻ സാറിൻ്റെ കൂടെ ഇതിന് മുന്നേ ഒരു പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്പാലേക്ക് സാറ് വിളിക്കുന്നത്. അപ്പോൾ ഈ പടത്തിലുള്ള ഒരുപാട് ആൾക്കാരെ പോലെ തന്നെ എനിക്കും ഇതിൻ്റെ കഥയൊന്നും ആദ്യം അറിയാതെയാണ് വന്നത്. അത് ഷൈൻ സാറെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായിരിക്കുന്നത്. അതിപ്പോഴും അതേ ട്രസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ആ സിനിമ ഞാനും മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് ഡബിൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ മറ്റന്നാളെ കാണാമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളും കാണൂ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ മേഘ. സ്പായിൽ ടൈറ്റിലിൽ ലൈക്ക് ക്ലീൻ എ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, പക്ഷേ ഐ വോണ്ട് ടു സേസ് ഞാൻ അഭിനയിച്ച ഫ്രെയിമിൽ എൻ്റെ കൂടെ അണ്ടർ 18 പിള്ളേരുണ്ടായിരുന്നു. സോ ഐ സംവേ ബിലീവ് ദാറ്റ് ദിസ് സിനിമ ഇസ് നോട്ട് ആക്ച്വലി അബൌട്ട് അഡൾട്ട് ജോക്സ് ഓർ ലൈക്ക് അങ്ങനത്തെ ദ വിയർഡ് തോട്ട് ദാറ്റ് പീപ്പിൾ ഹാവ് റിഗാർഡിങ് ആൻഡ് അറൗണ്ട് സ്പാ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് നന്നായിട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാനും എൻ്റെ ഡബിങ് പോർഷൻ മാത്രമാണ് കണ്ടേക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾ മറ്റേ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോർ ഷോ യു വുഡ് ഹാവ് എൻജോയ്ഡ് എ സ്നീക്ക് പീക്ക് ഓഫ് ദ മൂവി. ഐ എം just like you guys, even I am excited for Feb's 13th. സിനിമ എല്ലാവർക്കും കാണാം. ഐ ഹോപ്പ് എവറിബഡി വിൽ എൻജോയ് ഇറ്റ്. താങ്ക് യു. മലയാള സിനിമ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബ്രിഡ് ഷൈൻ്റെ സിനിമകൾക്ക് ഓരോ സിനിമയും വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടാണ് വരിക. ഇപ്രാവശ്യവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. നമ്മളെല്ലാവരും പല സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, പക്ഷേ ഇങ്ങനെയൊരു സിനിമ, ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കും ഇതാദ്യമാണ്. ഈ അഭിപ്രായത്തോട് ഇതിൽ അഭിനയിച്ച എല്ലാവരും യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഡബ്ബിങ് ടൈമിൽ കണ്ടത്. മുഴുവൻ സിനിമ കാണാൻ പറ്റിയത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഏതായാലും പൂജിത മാത്രമേ ഫിലിം മുഴുവൻ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. എനിവേസ് നമ്മളും പ്രേക്ഷകരെ പോലെ തന്നെ വളരെ ആങ്ഷ്യസ് ആയിട്ട് വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും ബ്രിഡ് ഷൈൻ എപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനെ വളരെ വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. ആ നിലയ്ക്ക് ആണ് ബ്രിഡ് ഷൈൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരും അത്തരത്തിൽ വ്യത്യസ്തതയാണ് പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് നിറയെ ചിരിക്കാൻ എലമെൻറ്റുകളുള്ള ഒരു സിനിമയാണ് സ്പാ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ, നിങ്ങൾ മീഡിയ പീപ്പിൾ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. ഗുഡ് ഈവനിങ്. എനിക്ക് നിങ്ങളോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയൊരു സഹകരണം ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത്, നാളെയായിരുന്നു നമ്മുടെ സിനിമയുടെ റിലീസ്. അത് മറ്റത്തളത്തേക്ക് മാറ്റേണ്ടി വന്നു. നിങ്ങൾ ആദ്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പണിമുടക്ക് ആദ്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല. സ്പാ അനൗൺസ്മെൻറ്റ് ഡേറ്റാണ് ആദ്യം പ്രഖ്യാപിച്ചത്. അപ്പം സ്പായുടെ റിലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ പണിമുടക്ക് എന്തിനു വെച്ചു അതാരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്ത് ശക്തിയാണ് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ തല്ല് ശരിയല്ല, ഇടിപണിക്കട്ടോ. അല്ല, ഞാൻ ചോദിക്കുന്നത് പണിമുടക്കാണോ നമ്മുടെ റിലീസ് ഡേറ്റ് ആണോ ആദ്യം അനൗൺസ് ചെയ്തത്?
കണ്ണാക്ക് വളരെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നടത്തുന്ന, ഒരു സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പണിമുടക്കാണ്. എൻ്റെ സംശയം ബാലിശമാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്ന് ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന ഒരു തല്ലിന് ഞാൻ ഉത്തരവാദിയല്ല. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് വളരെ ദാരുണമാണ്. സ്പായ് ഒരു മികച്ച ചിത്രമാണ്, നമുക്കെല്ലാം അറിയാം. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, വളരെ അമിത പ്രതീക്ഷ എനിക്കുള്ള ഒരു സിനിമയാണ്, ഒരു ചിത്രമാണ് സ്പാ. ഞാനത് ഏറെക്കുറെ സിനിമ കണ്ടിട്ടുണ്ട്. എൻ്റെ മേക്കിംഗ് ആയാലും വിഷ്വൽസ് ആയാലും അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ എല്ലാം മികച്ചതാണ്. പക്ഷേ റിസ്ക് എടുക്കണ്ട. അതായത് ഞാൻ പറയാം. അതായത് ഈ ദാരുണമാണ് സ്പായിൽ അങ്ങോളം ഉടനീളം നടക്കുന്ന റെയ്ഡുകൾ. ചില സംഭവവികാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് ഉണ്ടായത്. ഞാൻ ഇന്നിപ്പോൾ കേരള പോലീസിൻ്റെ ഒരു മീറ്റിങ്ങിൽ അവരുടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയാണിത്. കാരണം ഞങ്ങൾ ഒരു വർഷമായി അടുത്തായും തോന്നുന്നു ഈ സ്പാ ഷൂട്ട് പൂർത്തിയാക്കിയതിന് ശേഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിത് സൈലൻ്റായിട്ട് ഇറക്കി വിടാം, മികച്ച ചിത്രമാണ് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമ ഇറങ്ങാറാകുമ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു, 5 സുന്ദരിമാരുടെ പടം വെച്ചാടി സ്പായെന്ന് ഇറക്കി ബോർഡും വെച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എഴുതി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കേരള പോലീസിന് പറ്റിയൊരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു ഇങ്ങനെ സ്പായിലേക്ക് ഓടിക്കൂടി ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ചും ഒരു വ്യക്തത കുറവുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമസ്കാരം. ഇത് ഞാൻ ഷൈനിൻ്റെ കൂടെ 2ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കുന്നത്. നേരത്തെ മഹാബീരർ ചെയ്തിരുന്നു. ഞാൻ സോഫ്റ്റ് സ്പോക്കണാണ്. അപ്പം ഞാൻ അതിൽ I was only part of this film during the shooting for about a day. And it was quite an intense scene, which I did. Now, the one thing I know about Shine, and I also felt during the shooting of this film, is the aspect that stands out about him is his formulation of the aesthetics of a cinema, of a film, of cinema generally. Now, you have the technical aspects of, any film has a narrative. You're telling a story. But when the non-narrative aspects of it, like the technical aspects, like the cinematography, the sound, or the art direction, and whatever, all the technical aspects, the non-narrative aspects that go into it, that is where I see that he has a very firm idea and a control over that process. And that always shows in all his films, if you see that. It comes through very clearly. And I won't say I had a good time during the shooting, because he's a very hard taskmaster, like he doesn't leave you alone just like that. But overall, it was a very illuminating experience, a very different kind of film where the spa itself transforms into a character within the film. And that was something which, to me, was a very daring and bold thing to do, especially in the present context of Malayalam cinema. And I'm quite happy, and I hope, നേരത്തെ പറഞ്ഞ പോലെ നമ്മളാരും പടം കാണിച്ചില്ല, ചില some who are more equal than others, അവരെല്ലാം കാണിച്ചു അല്ലേ? Okay. Pujita was the most equal amongst us, obviously. So I cannot have an opinion. ഞാൻ എല്ലായിടത്തും പറയുന്ന ഇതാണ്, never form an opinion about a film without seeing it. Okay? കണ്ടാലേ അഭിപ്രായം പാടുള്ളൂ. അത് മറ്റവൻ പറഞ്ഞു, എൻ്റെ brother-in-law പറഞ്ഞു എന്നും it doesn't matter. You have to see it for yourself and decide for yourself, because essentially, like we all know, cinema is such a subjective understanding. And I think I've said enough. Thank you. After a small dose of Shashi Tharoor type English, or country type English, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ മലയാളം കുറച്ചുകൂടെ. ഡോണ്ട് മിസ്റ്റേക്ക് ഹിം. ഓക്കെ, ഹി വാസ് ബോൺ ബോർഡ് അപ്പ് ഇൻ ലണ്ടൻ. പകുതി ആൾക്കാർക്ക് മലയാളീസിനെ അറിയില്ല. എപ്പോഴും വിജയ് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കുട്ടിയായിരിക്കുന്നത് നഴ്സറി തൊട്ടിട്ട് അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് ഹിസ് മദർ വാസ് ഇൻ ദ ഹൈ കമ്മീഷൻ ആൻഡ് ഓൾ ദിസ് തിങ്സ്. ബിഗ് തിങ്. എനിവേ, വിജയ് പറഞ്ഞതിനോട് ഞാൻ ഫുള്ളായിട്ടും എഗ്രി ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ ഹാർട്ട് ടാസ്ക് മാസ്റ്ററിൻ്റെ കൂടെ പണിയെടുക്കുന്ന സമയത്ത് ഐ ജനറലി എൻജോയ് ഇറ്റ്. കാരണം നമ്മളൊരു ഡയറക്ടറായിട്ട് വെൻ യു ഗോ ടു ആക്ട് വിത്ത് സംബഡി, അതൊരു പുതിയ ഡയറക്ടറാണെങ്കിലും ശരി, ഞാൻ ഒരിക്കലും അവിടെ പോയിട്ട് സജഷൻ കൊടുക്കാറില്ല. ബിക്കോസ് അവരുടേതായിട്ടുള്ളൊരു വിഷനുണ്ട്.
അങ്ങനെ ഞാൻ ആക്ഷൻ ഹീറോ ബിജു തൊട്ടിട്ട് ഉള്ള അസോസിയേഷനാണ്. പിന്നെ സ്പാ, ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചിട്ടാണ് ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി 2-3 പ്രാവശ്യം ഷൈൻ എൻ്റെ വീട്ടിൽ വന്നു, സാർ ഈ റോള് ചെയ്യണം. ഞാൻ പറഞ്ഞു മോനെ വേണോ. അവസാനം പറഞ്ഞു വേണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി ഇറ്റ്സ് അപ് ടു യു. താഴത്ത് വൈഫുണ്ട്, ഒന്ന് പറഞ്ഞിട്ട് പോയിക്കും ഇങ്ങനെ കഥ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ he didn't meet my wife, he walked off. Now day after tomorrow she'll be coming with me to watch the film. Whatever happens, you will be the person who is responsible, okay? അതിനെക്കുറിച്ചിട്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. But it was real fun working in this film. ആ ഒരു 1 day or 2 days whatever I worked, അതിനകത്ത് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്നുണ്ട് there is something. പക്ഷെ ആ സംതിങ് കാണാൻ വേണ്ടി ഞാനും ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഇത്രയും ആൻഷൈറ്റി എനിക്ക് ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ആൻഷൈറ്റി ഉണ്ട്. സോ യു ഓൾ ആൻഡ് ഹീ സെറ്റ് വൺ തിങ്, മീഡിയയ്ക്ക് സ്പെഷ്യലായിട്ട് ഫുൾ ടിക്കറ്റ്സ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കാണാം. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഞാനും ഷൈൻ്റെ അടുത്ത് പറയും ഈ ചെറിയ ക്യാമറയായിട്ട് വരുന്നവരെ നമുക്ക് എന്തുകൊണ്ട് അവരെ തിയേറ്ററിനകത്ത് വിളിച്ചിരുത്തിയിട്ട് പടം കാണിച്ചുകൂടാന്നുള്ളത്. അപ്പോൾ അത് ഷൈൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഗട്ട്സ് വാട്ട് യു ഹാവ് ഷോൺ. നമ്മളത് അവരെ കാണിച്ചിട്ട് ഓക്കെ ഇനി നിങ്ങൾ എഴുതിക്കുമെന്ന് വേണമെങ്കിലും. സോ ദാറ്റ് വിൽ ബി ഹാപ്പനിങ്. ആ ഗട്ട്സിന് ഐ അപ്രിഷ്യേറ്റ് യു. പിന്നെ ഷൈൻ പറഞ്ഞൊരു വാക്കുണ്ട് സെൻസർ കഴിഞ്ഞപ്പോൾ, സാറേ ക്ലീൻ എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ക്ലീൻ യു എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ക്ലീൻ എ സർട്ടിഫിക്കറ്റ് ആദ്യം. അപ്പോൾ അതിൻ്റെയും ചങ്കൂറ്റത്തിന് ഐ സല്യൂട്ട് യു ഫോർ ദിസ് തിങ്. താങ്ക് യു സോ മച്ച് ആൻഡ് യു ഓൾ ഷുഡ് വാച്ച് ഇറ്റ് ആൻഡ് ദെൻ അപ്രിഷ്യേറ്റ്. പിന്നെ ഈ അതൊരു നിമിത്തമായിട്ടായിരിക്കാം ഈ പടത്തിൻ്റെ പബ്ലിസിറ്റി തുടങ്ങിയപ്പോൾ ജോജോ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അത് ഒരു സ്പാ റീഡിങ് ഇത് ഫുൾ ന്യൂസിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം സ്പാ. സോ ലെറ്റ് ഇറ്റ് ഹെൽപ്പ് അവർ ഫിലിം. എനിവേ താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. വാച്ച് ദ ഫിലിം ആൻഡ് റൈറ്റ് പ്രോപ്പർലി. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ജയ് ഹിന്ദ്. ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയതാണ്. കംപ്ലീറ്റ്ലി ഒരു കോമഡി ഫിക്ഷൻ മൂവിയാണിത്. അത്രയും എനിക്കും പറയാനും അറിയുള്ളൂ. മൂവി കണ്ടിട്ടില്ല. പിന്നെ റൈറ്റർ ഡയറക്ടർ മൂവിയായിരിക്കും. നമ്മൾ ആക്ടേഴ്സ് ഒരു ജസ്റ്റ് ടൂൾ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊരു ടൂള് മാത്രമാണ്. ഇത് കംപ്ലീറ്റ്ലി എബ്രിഷ്യൻ മൂവി ആയിരിക്കും. എല്ലാ സിനിമയെ പോലെ ഇതിൻ്റെ ഒരു ടെറൈൻ തന്നെ വ്യത്യാസമായിരിക്കും. നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും മൂവി തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറ് വിളിച്ചു, ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ വന്നു. പക്ഷേ അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് ഈ പ്രസ് മീറ്റ് വരെ കിട്ടിയതെല്ലാം എനിക്ക് ബോണസാണ്. അതുപോലെ തന്നെ ഈ മൂവിയുടെ ഫുൾ ഷൂട്ടിൻ്റെ സമയത്തും എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണായിട്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്ത്, ഇത്രയും ക്രൂ മെമ്പേഴ്സ്, ഇവർ മാത്രമല്ല ഇനിയും ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ഭയങ്കര കംഫേർട്ടാക്കിയിട്ട് ചെയ്തൊരു അടിപൊളി ഒരു ഫൺ സെറ്റായിരുന്നു നമ്മളുടെ. അപ്പോൾ ഞാനും പൂജിതയും ഇതിൻ്റെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൂവി. ആ കണ്ട സമയത്ത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി 13th നിങ്ങളും കൂടെ കണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ട് നിങ്ങളുടെ എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 13th കാണാം ഗൈസ്. താങ്ക് യു.